വാർത്തകളിലേക്ക് വരാം. ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ വൈകിട്ട് 6:40 തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാനാകും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായ നാളെ സന്ധ്യയ്ക്ക് കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി തെളിയും. ആ സമയം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും തീർത്ഥാടകർക്ക് കാണാനാകും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജ. ഈ സമയം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ്യ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി അഭിഷേകം ചെയ്യും. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ഈ സമയം 18 മലകൾക്കും മീതെ ശരണം വിളികൾ പ്രകമ്പനം തീർക്കും. അതിനിടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി തെളിയും. ഒപ്പം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും. ഏറ്റവും പ്രാചീനമായ ഒരു ഉത്സവത്തിൻ്റെ ആരംഭമാണല്ലോ മകരവിളക്ക്. അപ്പോൾ ഇതിൻ്റെ പഴക്കം തന്നെയാണ് ഇതിൻ്റെ മഹിമ എന്ന് തോന്നുന്നു. കാരണം വളരെ എത്ര പഴക്കമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത്രയും പഴയൊരു അന്ന് മുതൽ ആവർത്തിച്ച് വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സവിശേഷതയും. തിരക്ക് കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ പേർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതീക്ഷ. വിളക്കിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പൂജാ ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചു. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ 2500-ലധികം പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനകളും ഇതര സംസ്ഥാനങ്ങളിലെ പോലീസുകാരും സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ട്. ന്യൂസ് 18 സന്നിധാനം.